എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ ആർക്കിടെക്ചർ അതായത് നാറ്റ 2024 എക്സാമിനേഷനുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. nata.in എന്നുള്ള വെബ്സൈറ്റ് വഴിയാണ് വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പോൾ നാറ്റ എക്സാമിനേഷൻ എഴുതുന്നത് വിദ്യാർത്ഥികൾ കേരളത്തിലോ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തോ ആർക്കിടെക്ചർ കോഴ്സാണ് നിങ്ങൾ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതായത് നിങ്ങൾക്ക് വരക്കാനും അതായത് ഡ്രോയിങ് ഒക്കെ ഇൻട്രസ്റ്റ് ഉള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു പ്ലാനിങ് പോലുള്ള അതുപോലുള്ള ഇവയൊക്കെ വരക്കുന്നതിനായിട്ടുള്ള കൂടുതൽ താല്പര്യം സാധാരണത്തിൽ ഉണ്ടാവാറുള്ളത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ട് അല്ലെങ്കിൽ അത് പഠിക്കാൻ താല്പര്യമുണ്ട് അങ്ങനെയുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ഈ ഒരു ആർക്കിടെക്ചർ എക്സാമിനേഷൻ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ ആർക്കിടെക്ചർ എക്സാമിനേഷനായിട്ടുള്ള രജിസ്ട്രേഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. nata.in അതായത് www.nata.in എന്ന വെബ്സൈറ്റ് വഴിയാണ് വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അതായത് കൗൺസിൽ ഓഫ് ആർക്കിടെക്ചറിൻ്റെ വെബ്സൈറ്റാണിത്. അപ്പോൾ ഇതുവഴിയാണ് വിദ്യാർത്ഥികൾ ഈ ഒരു രജിസ്ട്രേഷൻ നടത്തേണ്ടത്. നാറ്റ രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ അതായത് നാറ്റ എക്സാമിനേഷൻ അതായത് നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ ആർക്കിടെക്ചർ ഈ ഒരു എക്സാമിനേഷൻ എഴുതി അതിൽ യോഗ്യത തെളിയിച്ചാൽ മാത്രമേ വിദ്യാർത്ഥികൾക്ക് കേരളത്തിലോ കേരളത്തിന് പുറത്തോ ഉള്ള കോളേജുകളിലെ ആർക്കിടെക്ചർ കോഴ്സ് പഠിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് കീം അതായത് കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ മെഡിക്കൽ എക്സാമിനേഷൻ്റെ ആ ഒരു അപേക്ഷ വരുന്ന സമയത്ത് ആർക്കിടെക്ചർ ഓപ്ഷൻ നൽകുകയും പക്ഷെങ്കിൽ അതിന് ആർക്കിടെക്ചറിനായിട്ട് എക്സാം വരുന്നില്ല. ഈ ഒരു എക്സാം അതായത് നാറ്റ എക്സാമിനേഷനിൽ നിങ്ങൾക്ക് ലഭിച്ച സ്കോർ പരിഗണിച്ചുകൊണ്ടാണ് കേരളത്തിലെ വിവിധ കോളേജുകളിലുള്ള ആർക്കിടെക്ചർ കോഴ്സുകളിലേക്ക് വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകപ്പെടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആർക്കിടെക്ചർ കോഴ്സിലേക്ക് ഈ ഒരു അപേക്ഷ നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റ് വഴി നൽകി ഈ ഒരു പരീക്ഷ എഴുതിക്കൊണ്ട് ഇതിൽ യോഗ്യത നേടിയാൽ മാത്രമേ വിദ്യാർത്ഥികൾക്ക് ആ ഒരു ആർക്കിടെക്ചർ കോഴ്സ് പഠിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇതിൽ ലഭിക്കുന്ന സ്കോർ നിങ്ങൾ പിന്നീട് കീം വെബ്സൈറ്റിൽ നിങ്ങൾ അതായത് മാർച്ച് മാസം അവസാനിക്കുന്നതിനോ അല്ലെങ്കിൽ അതിന് പകുതിയാകുമ്പോഴേക്കോ ഈ കീമിൻ്റെ രജിസ്ട്രേഷൻ വരും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഈ ഒരു ആർക്കിടെക്ചർ കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതുകൂടി സെലക്ട് ചെയ്ത് നൽകിക്കഴിഞ്ഞാൽ പിന്നീട് ഈ ഒരു നാറ്റ റിസൾട്ട് വരുന്ന സമയത്ത് അതിൻ്റെ സ്കോർ നിങ്ങൾ കീം വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് നൽകുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതുവഴിയാണ് വിദ്യാർത്ഥികൾക്ക് കേരളത്തിലെ കോളേജുകളിൽ പ്രവേശനം ലഭിക്കുക. അപ്പോൾ ഇതിൻ്റെ രജിസ്ട്രേഷൻ വിദ്യാർത്ഥികൾക്ക് ഏപ്രിൽ വരെയാണ് നൽകാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആർക്കിടെക്ചർ കോഴ്സ് പഠിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷ അതായത് ഈ ഒരു ഏപ്രിൽ മാസം വരെ നിങ്ങൾക്ക് അപേക്ഷ നൽകാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ഡേറ്റിനുള്ളിൽ നിങ്ങൾ കറക്റ്റായിട്ട് ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ അക്ഷയ വഴിയോ മറ്റോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് മുകളിലായിട്ട് ഈ ഒരു 3 ലൈൻസ് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ നാറ്റ ബ്രൗസർ നാറ്റ 2024 രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ നാറ്റ ബ്രൗസർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനേഷനെ കുറിച്ചുള്ള എല്ലാവിധ ഡീറ്റെയിൽസും ആ ഒരു ബ്രൗസറിൽ നിന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ബ്രൗസർ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. അപ്പോൾ ഇതിൽ എന്താണ് ഈ ഒരു എക്സാമിനേഷൻ എങ്ങനെയാണ് ഇതുപോലുള്ള ഡീറ്റെയിൽസൊക്കെ കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ജസ്റ്റ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഓരോ എക്സാമിനേഷൻ്റെയും എത്ര മാർക്കാണുള്ളത് അതുപോലെ എത്ര സമയമാണ് ആ ഒരു എക്സാമിനേഷൻ എന്നിങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽസും നൽകിയിട്ടുണ്ട്. ടോട്ടൽ 200 മാർക്ക് ഉണ്ടാവുക. അതുപോലെ ഡ്രോയിങ്ങിൻ്റെ ടെസ്റ്റും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനേഷൻ എപ്പോഴാണ് എന്നുള്ളത് ഇവിടെ നൽകിയിട്ടുണ്ട്. അതായത് സെഷൻ 1 ഉണ്ട് രാവിലെ 10 മണി തൊട്ട് 1 മണി വരെയും സെഷൻ 2 1:30 തൊട്ട് 4:30 വരെയുമാണ്. ഒരു ദിവസമാണ് ഉണ്ടാവുക. ഏപ്രിൽ മാസം 6-ാം തീയതിയാണ് ഈ ഒരു എക്സാമിനേഷൻ നടത്തപ്പെടുന്നത്. അതായത് 6-ാം തീയതി മുതലാണ് എക്സാമിനേഷൻ നടത്തപ്പെടുക. അതുപോലെ തന്നെ ഓരോ പാർട്ട് 1 എന്താണ് ഡ്രോയിങ് എങ്ങനെയാണ് ഇതുപോലുള്ള ഡീറ്റെയിൽസൊക്കെ ഇതിൽ കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫീസ് എത്രയാണെന്നുള്ളത് നൽകിയിട്ടുണ്ട്. അപ്പോൾ സിംഗിൾ ടെസ്റ്റ് അതുപോലെ തന്നെ 2 ടെസ്റ്റസ് 3 ടെസ്റ്റസ് ഈ ഒരു രീതിയിൽ 3 ടെസ്റ്റുകളുണ്ടാകും. അപ്പോൾ ഇതിനനുസരിച്ച് നിങ്ങൾക്ക് എത്രയാണ് ഫീസ് വരുന്നത് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസും കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു ഡീറ്റെയിൽസൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് ശ്രമിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ നീറ്റ് ഇതുപോലുള്ളവയ്ക്ക് അപേക്ഷിച്ചപ്പോൾ നിങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്ന അതേ ഡോക്യുമെൻറ്റ്സ് ഒക്കെയാണ് ഇതിനും ആവശ്യമായിട്ട് വരിക. അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ നൽകിയിട്ടുണ്ട്. അപ്പോൾ 10.2-ലാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ നൽകിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതുകൂടി നോക്കിയേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതിപ്പോൾ ഈ ഒരു ഭാഗമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ 10.2-ലാണ് ആ ഒരു എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടതെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഡീറ്റെയിൽസ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മിനിമം 20 മാർക്ക് പാർട്ട് എയിലും അതുപോലെ തന്നെ 20 മാർക്ക് 30 മാർക്ക് പാർട്ട് ബിയിലും വാങ്ങിയിരിക്കണം. അപ്പോൾ ഓവറോൾ നിങ്ങൾക്ക് 70 മാർക്ക് 200-ൽ പാർട്ട് എയും പാർട്ട് ബിയും കൂടിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ എന്തൊക്കെയാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്നുള്ളത് ഈ ഒരു പേജിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ
അതായത് 8ാമത്തെ പേജാണ്. 8ാമത്തെ പേജിൽ എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. അതായത് വിദ്യാർത്ഥികൾക്ക് 10ാം ക്ലാസ് അതായത് +1 പാസ്സായിരിക്കണം. അതുപോലെ തന്നെ +2 പാസ്സായിരിക്കണം. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവ പാസ്സായിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അതായത് ഈ ഒരു +2 പാസ്സായിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു +2വിന് ശേഷം നിങ്ങൾ അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് അതായത് സയൻസ് ഗ്രൂപ്പാണ് എടുത്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നാറ്റ എക്സാമിനേഷൻ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ സംബന്ധിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതായത് വിദ്യാർത്ഥികൾ ആർക്കിടെക്ചർ കോഴ്സിൽ പ്രവേശനം നേടണം എന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ +2 അല്ലെങ്കിൽ ഇക്വലൻ്റ് എക്സാമിനേഷന് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവയിലേക്ക് നിർബന്ധമായിട്ടും ഓരോ സബ്ജക്റ്റിനും നിങ്ങൾ 50% മാർക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരിക്കണം. അത് +2വിൻ്റെയാണ്. ഇപ്പോൾ എഴുതുന്ന പരീക്ഷയിൽ നിങ്ങൾ 50% മാർക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ ഈ ഒരു അതായത് 10+3 അതായത് എക്സാമിനേഷൻ വിത്ത് ഡിപ്ലോമ എക്സാമിനേഷൻ വിത്ത് മാത്തമാറ്റിക്സ് ആണെങ്കിൽ അതിനായാലും അതായത് നിങ്ങൾ ഏത് കാറ്റഗറിയിലുള്ള കോഴ്സ് പഠിച്ചിട്ടുണ്ടെങ്കിലും അതിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നീ 3 സബ്ജക്റ്റുകളിലും ഓരോ സബ്ജക്റ്റിനും നിങ്ങൾ മിനിമം അല്ലെങ്കിൽ ടോട്ടലായിട്ട് 50% മാർക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.